ഈ പെണ്ണുതി എവിടെയാണ്? എന്തിനെങ്കിലും ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് ലീവുള്ള ദിവസമെങ്കിലും ഓക്കിന്റെ പിന്നാലെ എന്തേലും ഒരു പണിക്ക് കൂടിക്കൂടെ? ആ ഓള് ചെയ്യൂല. എന്തായാലും ആ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞുതരാൻ വിളിച്ചിട്ടോളാം. ഇവരാണെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എന്താ പറ്റി? ഏടിയാന്റെ പഠിപ്പൊന്നും കഴിഞ്ഞില്ലേ? വന്നിട്ട് അടുക്കളയിൽ ആ പച്ചക്കറി എന്തേലും മുറിച്ചാട്ടിക്കാ. ഇമ്മ എനിക്ക് പരീക്ഷയാണ് വരുന്നത്, ഞാൻ പഠിക്കുകയാണ്. എനിക്കിപ്പൊ പച്ചക്കറി അരിയാനൊന്നും വെച്ച. എന്നപ്പോ പരീക്ഷ? അടുത്ത ആഴ്ച. ഈ എക്സാം കഴിഞ്ഞിട്ട് വേണം വല്ല ജോലിക്കും കേറാന്. അതപ്പൊ ഞാൻ നോക്കുന്നത്. ഇനിയിപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി ആൾക്കൊരു ജോലിക്ക് പോവായിട്ടാണ്. ഇത്ര പഠിപ്പൊക്കെ മതി. വല്ലാതെ പഠിച്ചിട്ട് എന്ത് കാര്യത്തിനാണ്? അപ്പൊ ഞാൻ ഈ പഠിച്ചൊക്കെ വെറുതെ ആണ് നിങ്ങൾ പറയണത്? എനിക്ക് ജോലിയൊന്നും വേണ്ടേ? ഇപ്പൊ കല്യാണം കേൾക്കാറ്റ എനിക്ക് എന്തായാലും ജോലി വേണം. ആരാന്റെ പെരയില് പാത്രം മോറിയപ്പോ എന്താണ്? നല്ല രീതിയിൽ നിക്കണ എത്ര കുട്ടികളുണ്ട്. അതിനിപ്പോ പഠിക്കായിട്ടാണ് ഈ പൈസ ഇല്ലാത്തോടത്ത്. അന്റെ ആങ്ങളെ ആ ഗൾഫ് കിടന്ന് നയിച്ചിട്ട് അന്റെ കല്യാണം ഒന്ന് നേരാവാൻ വേണ്ടിയിട്ടാണ് അത് പൊയ്ക്കണത്. അന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അതിനൊന്ന് പെണ്ണെട്ടാന്. ഏത് കാലത്തെ ചെന്ന് കല്യാണത്തിന് സമ്മതിക്കല്? അതിന് വേണ്ട ഒരു ജീവിതമൊക്കെ അതിന്റെ കാര്യം നോക്കണ്ട എനിക്ക്. ഒരു പഠിപ്പ് പഠിപ്പ് അല്ലെങ്കിൽ കോളേജ് എന്തെങ്കിലും ഒരു പണി എടുക്കാതെ കൂടുവോ? അത് ചെയ്യൂല. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ തൊളയത്തെ വെള്ളം വറ്റാന്നല്ലാതെ ഞാൻ തന്നെ ചെയ്തോണ്ട് ഇനി പെരനുള്ളത്തെ പണിയോളൂ. തിന്നാൻ നേരത്തെ ഇങ്ങോട്ട് വാട്ടാ പാത്രമായിട്ട്. വേഗം കെട്ടിച്ച് പറഞ്ഞേക്കുന്ന ലക്ഷണമൊക്കെ കാണാണ്ടല്ലോ. എന്തായാലും ഉമ്മ കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞു. അനസിന്റെ കാര്യം ഉമ്മാനോട് പറയാം, അതാ നല്ലത്. ഉമ്മ നിങ്ങളെ ഫോൺ അടിക്കണതാ. ഈ നേരത്ത് എന്റെ അമ്മായിയാണ്. എന്തേനാവപ്പോ വിളിച്ചാൻ തോന്നിയത്. ഹലോ. അങ്ങനെയൊക്കെ പോണു. നിങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാ? ഒരു വിവരം ഇല്ലല്ലോ നിങ്ങളത്തെ ഒന്നും. അതെ, എവിടുന്നാണ്? ഇനിയിപ്പ എന്താ? അതിപ്പോ ഞാൻ പറഞ്ഞിങ്ങോട്ട് നാവ് എടുത്തിട്ടുള്ളൂ. ഇനി എത്ര വെച്ചിട്ട് എങ്ങനെ കല്യാണം ഒന്നും കേൾക്കാതെ എങ്ങനെ നടക്കുക? ചെക്കന്റെ ആ ജീവിതം വേണ്ട നോക്കുക. അന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരി. ഓള് ഇവിടെ ഉണ്ട്. എന്നായിക്കോട്ടെ. എന്നാ ശരി. ഇങ്ങോട്ട് വരിന്ന വേഗം. എന്തിനാ അമ്മായി വിളിച്ചിന്ന്? അതെ, എന്റെ അമ്മായി ഏതൊരു കല്യാണക്കാരിയായിട്ട് വരുന്നുണ്ട് അത്ര അണക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തിട്ടല്ലേ ഉള്ളൂ. നല്ല ചെക്കനാന്നാ പറഞ്ഞത്. ഇനിയിപ്പൊ ബാക്കിയൊക്കെ ഇനി ഇവിടെ എന്നാ അറിയാം. എന്തായാലും ഉമ്മാന്റെ കുട്ടിയുടെ കല്യാണം വേഗം നടത്തണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്കിപ്പൊ കല്യാണം വേണ്ടാന്നുള്ളത്? പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ നിർബന്ധിക്കണത്? കല്യാണം കളിയാട്ടായിട്ട് വന്നിക്കണ് നിങ്ങള്. എനിക്ക് പഠിക്കും വേണം, എനിക്ക് ജോലി ആവും വേണം. അവൻ പറഞ്ഞങ്ങാണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. അല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ അന്നെ ഇങ്ങനെ പീങ്ങാൻ വെക്കാ. അല്ല കെട്ടിച്ച് പറഞ്ഞേക്കൊന്നും വേണ്ട. ഞാൻ തീരുമാനിക്ക എല്ലാ കാര്യങ്ങളും. അത് കേട്ടിട്ട് ഉമ്മാന്റെ കുട്ടി ഇവിടെ നിന്നാ മതി. ഒരു മനസമാധാനം തരും നിങ്ങൾ ഇതിന്റെ ഉള്ളില്. വർത്താനം പറയാൻ വരുന്ന നാളില്ലണോ? ഞാനാണെങ്കിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് അങ്ങോട്ട് വന്നിക്കുന്നത്.
വാതിലൊക്കെ തുറന്നിട്ടിക്കണല്ലോ. തിന്ന പാത്രം കൂടി ഓളൊന്നും മോറി വെക്കൂല. ഏടി ഇവിടെ ആരും ഇല്ലേ? വാതിലൊക്കെ തുറന്നിട്ടിക്കണല്ലോ മറ്റത്തെ. ഇനി പറയണ അവിടെ വിളിക്കണത്. അതാത്ത എന്താ വാതിലൊക്കെ തുറന്നിട്ട് പോയിക്കണ്? ഞാൻ അവിടെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിട്ടേ തുറന്നിട്ടതേന്ന്, പിന്നെ അടക്കാൻ മറന്നിക്കണ്. വല്ല പൂച്ച എന്തേലും കേറും. ഞാൻ പണ്ട് ശാരീരിക്കണ് വരുമ്പോ. നിങ്ങൾ അടച്ചത് നന്നായുള്ളൂ. ഇരിക്കി. ആടി ഇരിക്ക. എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ? കൊറേ കാലായി ഇങ്ങോട്ട് വരണ വിചാരിക്കണു. പറ്റണില്ല മോളെ, ഓരോരോ തിരക്ക്. പിന്നെ ഇപ്പൊ എന്റെ മരോള് അവിടെ ഇല്ലല്ലോ. ഓള് ഓന്റെ പിന്നാലെ ഗൾഫ് പോവുകയും ചെയ്തിക്കണല്ല. അപ്പൊ ഞാൻ ഒറ്റക്കുള്ളു പേരന്റെ ഉള്ളില്. അതുകൊണ്ട് വരാൻ പറ്റലില്ല. എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ? എന്ത് വർത്താനം, ഇങ്ങനൊക്കെയാണ് പോണ്. നിങ്ങളൊക്കെ കാക്ക മരിച്ചെന്നാണ് പോയതാണല്ലോ. പിന്നെ ഒരാളും ഇങ്ങോട്ട് വരുവേ ഒന്നും ചെയ്തിട്ടില്ല. വിളിക്കാനും ആരും ഇല്ലല്ലോ. ഇക്കറിയായിന്ന് വെച്ചാ പറയുന്നുള്ളത്. കാക്ക മരിച്ചിട്ട് ഞാൻ എത്ര ഇവിടെ നിന്നിക്കണ്. പിന്നെ എടി ഞാനും ഒരു പേരും കൂടിയൊക്കെ ഉള്ളതല്ലേ. അവിടെ ഇട്ടെറിഞ്ഞങ്ങാണ്ട് ഇവിടെ എങ്ങനെ വന്ന് നിക്കാച്ചിട്ടേന്ന്. എല്ലാവർക്കും തിരക്കൊക്കെ ഉണ്ടാവും. എവിടെ നിന്നിട്ട് പെണ്ണ് ഇവിടെ ഇല്ലേ? ഓളത് അവിടെ റൂമിലുണ്ട്. ഞാൻ വിളിക്ക. ഏടി സാജിയേ, സാജിയേ. അല്ല, എവിടുന്നപ്പ ഈ കല്യാണം? നല്ല ആൾക്കാരന്നെ. കല്യാണക്കാരും പറയാൻ തന്നെ ഞാൻ അങ്ങോട്ട് വന്നത്. ഓൻ ഗൾഫിലാണ്, നല്ല ജോലിയാണ്, എഞ്ചിനീയർ എന്തോ ആണ്. നല്ല പൈസ ഉണ്ടേനു. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി എന്റെ പെണ്ണിനൊന്ന് ആലോചിച്ചാലോ. ഓളെ പഠിപ്പൊക്കെ കഴിഞ്ഞതല്ലേ. ഇല്ലേ, ഓളെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇനി പരീക്ഷ ഉണ്ട്, അടുത്ത ആഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോണംന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ഇപ്പൊ. ഇനിയിപ്പൊ പഠിപ്പ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഓളിഞ്ഞ് ഗൾഫൊക്കെ കൊണ്ടുപോലും ഓന്. പിന്നെ ഓൾക്കൊരു ജോലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ തന്നെ അവിടെ ജോലിയും ശരിയാക്കി കൊടുക്കേ. പിന്നെ ഇപ്പൊ എന്താണ്, രണ്ടാക്കും വരുമാനം ആവൂലേ. നല്ലൊരു കാര്യമാണ്. ഓൾക്കാണെങ്കിൽ സ്ത്രീധനൊന്നും വേണ്ടേനു. അപ്പൊ എന്റെ പെണ്ണിനെ ആലോചിക്കാന്ന ഞാൻ വിചാരിച്ചത്. അതാണെങ്കി നടക്കും, കുഴപ്പമൊന്നുമില്ല. നല്ല കൂട്ടുകാരാണെന്നുണ്ടെങ്കിലേ പിന്നെ ഓളെ പഠിപ്പിക്കും അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പറഞ്ഞേക്കും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഉറങ്ങാണ് ഈ നേരത്തൊക്കെ കിടന്ന് ഉറങ്ങോള്? അല്ലല്ലോ, ഉറങ്ങല്ലേ. ഓൾക്ക് പഠിക്കാണ്ട് പറഞ്ഞിട്ടാണ് റൂമിൽ കയറിയതാണ്. ഇവിടെ ഇരുന്ന് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്റെ ചട്ടിയും പാത്രത്തിന്റെ ഒച്ചോണ്ട് ഓൾക്ക് പഠിക്കാൻ പറ്റൂല. അപ്പൊ ഓള് റൂമിൽ കയറിയതാണ്. അമ്മായി എപ്പഴാ വന്ന്? ഞാൻ ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഞാൻ എന്നെ കാണാനായിട്ട് എന്റെ ഉമ്മാനോട് ചോദിക്കേ. എന്തപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ അനക്ക് നല്ലൊരു കല്യാണാലോചന കൊടുന്നിക്കണേ. എന്റെ ഉമ്മാന്റെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോ എനിക്ക് കണക്ക് തരാനാ തോന്നിയത്. പിന്നെ ഓൾക്ക് കുട്ടി നന്നായാ മതി, സ്വർണ്ണം ഒന്നും വേണ്ടേനു. എനിക്ക് ഇവിടെ ആരും കല്യാണക്കാരിയായിട്ടൊന്നും വരണ്ട. ആദ്യം അവനാന്റെ പേരന്റെ ഉള്ളത്തെ കാര്യം നോക്കിയാൽ മതി, എന്നിട്ട് മതി വേറുള്ള കാര്യത്തിൽ ഇടപെടുക. ഈ പെണ്ണത് എന്താടി ഈ പെണ്ണ് ഇങ്ങനൊക്കെ പറയുന്നിപ്പോ? ഞാൻ വന്നത് പറ്റായിട്ടാ ഓൾക്ക് അതൊന്നുമല്ലെന്നോ. ഓക്ക് കല്യാണം ഇപ്പൊ തന്നെ വാണ്ടാന്ന് പറഞ്ഞിട്ട്. അതിപ്പോ ഏത് മക്കളും അങ്ങനെ തന്നെയാണല്ലോ. അതിന്റെ ഈറോണ്ട്, അല്ലാതെ ഇങ്ങള് വന്നു വെച്ചിട്ടുള്ള ഈറൊന്നല്ല. എന്തിനാ പോള് നിങ്ങള് വന്നു വെച്ചിട്ട് ഈറ വെക്കണത്? ഓളെ വാപ്പാന്റെ പെങ്ങളല്ലേ ഇപ്പൊ നിങ്ങള്. വല്ലാത്തൊരു പെണ്ണെന്നേനു. ഒരാളോട് വർത്താനം പറയല് ഇങ്ങനെയാണ്. എന്തായാലും നല്ലൊരു കൂട്ടരായതുകൊണ്ടാണ് എന്റെ മകൾക്ക് ഞാൻ കൂടുന്നത്. ഓൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ എന്താ പ്രശ്നം? ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്റെ മകളെ മോന്ത കാണാനാണെന്നുണ്ടെങ്കിൽ. ഞാൻ നല്ലൊരു കാര്യം ഉന്നയിച്ചിട്ട് കൂടുന്നതാണ്. നിങ്ങൾ ഇരിക്കേ, ഞാന് ചോറ് വിളമ്പി തരാൻ. ചോറൊക്കെ വെച്ചിരിക്കണ്.
വേണ്ട എനിക്കൊന്നും വേണ്ട. അവിടെ വണ്ടി ഇങ്ങനെ കാത്തിക്കാണ്. ഞാൻ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയെ. അപ്പൊ പിന്നെ നേരെ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് ആ വണ്ടി തന്നെ അവിടെ പോവാന്ന് വിചാരിച്ച്. എന്തായാലും ഞാൻ ഇറങ്ങട്ടെട്ടാ. വരുണ്ടോ? ഇനി വരാതിരിക്കല്ലേ ആരും. ഞങ്ങൾക്കിപ്പൊ നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇനി വരണ്ടി എപ്പോഴെങ്കിലും ഒക്കെ. എന്റെ മകളോട് പറഞ്ഞാളാ, എനിക്കൊരു ഉണ്ടായിട്ടൊന്നും കൊടുന്നതല്ല, നല്ല കാര്യം ചെയ്ത. അപ്പൊ എന്റെ മകൾക്ക് ഇപ്പൊ തീരെ പറ്റുന്നില്ല. ഞാൻ പോയിന്ന് പറഞ്ഞാളോ അവളോട്. എന്താ കാട്ടണത്? ഓൾക്ക് ആ വാശി ഇപ്പോഴും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. വരുണ്ടോ? ആ അല്ലാത്തൊരു പെണ്ണന്നെ. എന്താണ് ഇവൾക്ക് ആരോടെ എന്താ വർത്താനം പറയണ്ടെന്ന് അറിയില്ല. സാജിയ ഏടി ഒരു സാജിയ, എന്താണ് നിങ്ങളെ പ്രശ്നം? അല്ല, ആ വന്നു പോയത് ഇപ്പൊ ആരാണ്? അന്റെ വാപ്പാന്റെ പെങ്ങളല്ലേ? എന്ത് വർത്താനം അടിച്ച് ഓരോട് പറഞ്ഞു? ഒരാള് വന്ന് കേറി ഇതാ പറയേണ്ടത്. ഇതൊക്കെ ഓലെന്താ പറയാ? ഞാൻ പഠിപ്പിച്ച പഠിപ്പാന്നല്ലേ പറയാ. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ടാന്നുള്ളത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരെ കൊടുങ്ങാണ്ട് കല്യാണാലോചന ഉണ്ടല്ലോ, അത് കാണുമ്പോ മനസ്സിലായി. ഇത് കല്യാണം കേൾക്കണോ വേണ്ടേന്നുള്ളത് ഞാനാണ് തീരുമാനിക്കാന്. അന്നെ ഇത്രയും നോക്കി വാർത്താൻ പറ്റുന്നുണ്ടെങ്കിലേ ഇത് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഇത് വല്ലാതെ വർത്താനം പറയാൻ നിൽക്കണ്ട. അന്റെ ആങ്ങളെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അന്റെ ഈ എടുത്തുചാട്ടൊക്കെ എന്താന്നുള്ളത് ഞാനൊന്ന് ചോദിച്ചറിയാട്ടോ അവനോട്. കാരണം അനക്ക് 2 വെട്ടിന്റെ കുറവുണ്ട്. തരണ്ട് ഞാൻ അനക്ക്. ഒരാളോട് എങ്ങനെ വർത്താനം പറയണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. മര്യാദക്ക് നാവ് ഒതുക്കി വെച്ച് ഞാനോട് ഇരുന്നോളൂ. പെണ്ണ് എന്തേക്കാരം 4 ആൾക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തേക്കാര അവസ്ഥ? ഒന്നിനാത്രം പോന്നിക്കും, എന്നിട്ടും നാവിട്ട് വലിച്ചാണ്. ഹലോ. ഈ നേരത്തെ വിളിച്ചതിന് ഒരു കാര്യണ്ട്. നമുക്ക് ഇവിടെ കല്യാണാലോചന ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ്. ഈ എത്രയും പെട്ടെന്ന് ഇന്നെ വന്ന് കൊണ്ടുപോകണം. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ. ഇമ്മാക്ക് ഇപ്പൊ പഠിപ്പ് കഴിയാനായല്ലോ. അപ്പൊ നീ കല്യാണം നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ് ഉമ്മ. ഞാൻ ഇപ്പൊ ഉമ്മ കാണാതെ വിളിക്കണത് ഈ സമയത്തായതുകൊണ്ട്. ഈ ഇന്ന് വരുന്നുണ്ടോ? ഞാൻ എല്ലാ സാധനങ്ങളും പാക്കാക്കി വെക്കാം. ആയിക്കോട്ടെ, പുറത്തെത്തിയിട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇറങ്ങി വരാം. എന്നാ ശരി. എന്നാലും ഇനി കേട്ടുകാണ്ടേ വരും. ഇത്ര പെട്ടെന്നാ നേരെ ഓർക്കണം. ഈ പെണ്ണ് നീച്ചിയില്ല. ഇനിയിപ്പോ കോളേജ് ഉണ്ടാവുമല്ലോ. വെച്ച സാജിയ അതിപ്പോ നീച്ചുകണോ? ഒന്നും കാണാനില്ലല്ലോ. ഇത്ര കഴിയണം. ഇതിപ്പോ എന്താ? പതിരീങ്ങളെ, ഞാൻ എന്തൊക്കെ കാണുന്നത്?
എന്താ പഠിച്ചോനെ ഞാൻ കാട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് ഓൾ എന്നോട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരുന്നത്. നോക്ക് ആരേലും ഇഷ്ടമല്ലെങ്കിൽ നോക്ക എന്നോട് പറഞ്ഞൂടെ. ഇനി എല്ലാരും മുന്നിൽ ഞാൻ എങ്ങനെ ഞാൻ നടക്കുക? പിന്നെ ആരാ ഉള്ളത്? എന്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ കുട്ടി എന്തിനാ ഇതൊക്കെ ചെയ്ത് ചോദിച്ചാലും പറയാനും കൂടി ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഒന്ന് തെരഞ്ഞു പോണെന്നുണ്ടെങ്കിൽ പോയ ഒരാളില്ല. കുട്ടിക്കൊന്ന് വിളിച്ചു പറയട്ടെ. ഹലോ, എടാ സാധ്യ ആരോ പിന്നാലെ പോയിക്കണ്. ഇവിടെ അതൊരു കത്തൊക്കെ എഴുതി വെച്ചിക്കണ്. നേരെ പോലത്തെ ഞാൻ വന്നോളെ വിളിച്ചാ നിന്നപ്പോ ഓളെ ഇവിടെ കാണാനില്ല. കാണെങ്കി ആകെ പേടിയാവുണ്ടൊന്ന് പോയി വെക്കാനും കൂടി ഒരാളില്ല ഇവിടെ. ആര് പിന്നാലെയാണ് എന്താണ് ഒന്നും അറിയില്ല. ഇല്ലേ, ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ഓളെയൊക്കെ ഒന്നും കണ്ടിട്ടില്ല. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ അമ്മായി വന്നിരുന്ന ഒരു കല്യാണക്കാരും പറഞ്ഞങ്ങാണ്ട്. അപ്പൊ കൊറേ ഓടി എതിർക്കൊക്കെ ചെയ്തിക്കണ്. എന്നാ ഇതാണ് കാരണം എന്നുണ്ടെങ്കിൽ ഓക്ക് ഇന്നോടൊന്ന് പറഞ്ഞൂടെ? ഞമ്മ ഓളെ ഇഷ്ടത്തിന് എന്തേലും കൂട്ട് നിക്കണല്ലേ. ഇക്കറിയില്ല ഇനി എന്താ കാട്ടണ്ടെന്നുള്ളത്. ആ, ഇതൊന്ന് പറയുന്നു ഓലോടൊക്കെ ഒന്ന്. നമ്മളെ കുട്ടി ബേജാറാവണ്ട. ആ, ഇന്ന് ശരി എന്നാല്. പഠിച്ചോനെ നീ എന്താ കാട്ടുക?